വിമാനയാത്രയ്ക്കിടെ കാലിനടിയിൽ വെള്ളം പൊന്തിയാൽ എങ്ങനെയുണ്ടാകും? പേടിക്കാൻ വേറൊന്നും വേണ്ടല്ലോ അല്ലേ? അങ്ങനെ അമേരിക്കൻ എയർലൈൻസിൽ കുറച്ച് ദിവസം മുമ്പ് യാത്ര ചെയ്തവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ആദ്യം എന്താണ് ഉണ്ടായത് എന്ന് നമുക്ക് വീഡിയോ വഴി കാണാം. എന്തായാലും വളരെ ആശങ്കയുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ്. 3-4 ദിവസം മുമ്പ് സംഭവിച്ച കാര്യമാണ്. പക്ഷെ അതിന്റെ കാര്യകാരണങ്ങളൊക്കെ ഇപ്പോഴാണ് വിശദമായിട്ട് പുറത്തു വരുന്നത്. അഞ്ജലി ജോൺ ചേരുന്നുണ്ട് തത്സമയം. അഞ്ജലി, വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു വിഷ്വൽ തന്നെയാണത്. പെട്ടെന്ന് ടൈറ്റാനിക് സിനിമയൊക്കെ മനസ്സിലേക്ക് വന്നു. അതാകുമ്പോൾ മറ്റൊരു കപ്പൽ വന്ന് രക്ഷിച്ചുകൊണ്ടുപോകാൻ എന്തെങ്കിലും ഒരു അവസരമുണ്ട് എന്ന് വിചാരിക്കും. ഇതിപ്പോൾ വിമാനമാണ്, ആകാശത്താണ് നിൽക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? എന്താണ് ഉണ്ടായത്? ഒന്ന് പറഞ്ഞു തരൂ. ഇത് വല്ലാത്തൊരു വൈറൽ യാത്രയായി പോയി. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ആ ഒരു പ്ലെയിനിലുണ്ടായിരുന്ന യാത്രക്കാർ എത്രമാത്രം പാനിക്കായി പോയിട്ടുണ്ടാവൂലേ. ഈ സംഭവം ശരിക്കും നടക്കുന്ന അമേരിക്കയിലാണ്. നമ്മുടെ അമേരിക്കൻ എയർലൈൻ അങ്ങനെ ഈ ഡാലസിൽ നിന്ന് അതിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് പറന്നുയരുകയാണ്. അങ്ങനെ ഏകദേശം പറന്ന് 30,000 അടി ഉയരത്തിലെത്തിയപ്പോഴാണ് ഇങ്ങനെ ചെറുതായിട്ട് ബാത്റൂമിൽ നിന്ന് വെള്ളം ലീക്ക് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ പതിയെ ലീക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ഈ പറയുന്ന ക്യാബിനിൽ ഫുൾ വെള്ളം നിറയുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ആദ്യം ഒരാൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അപ്പുറത്തെ ഭാഗത്തേക്ക് എഴുന്നേറ്റ് പോകുന്നുണ്ട്, കാലുകൾ പൊക്കി വെക്കുന്നു. ആളുകൾ അവിടെ ചെറിയ ചെറിയ സൗണ്ടുകൾ ഉണ്ടാക്കുന്ന കേൾക്കാം. എത്രമാത്രം പാനിക് ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാൻ പറ്റൂലോ അല്ലേ. പൊതുവേ ആളുകൾക്ക് ഈ പ്ലെയിൻ യാത്ര എന്ന് പറയുന്നത് വളരെയധികം പേടിയുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൽ ഈ യാത്രക്കാർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. അപ്പോൾ ആദ്യമേ ഒരു യാത്രക്കാരി വാഷ്റൂമിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ഈ വാഷ്റൂമിൽ ചെറിയൊരു ലീക്കേജ് ഉണ്ടെന്ന് നേരത്തെ ക്യാബിൻ ക്രൂ മെമ്പേഴ്സിനോട് അറിയിച്ചിരുന്നു. പക്ഷേ ഇവർ അത് അത്ര രീതിയിൽ കാര്യമാക്കിയില്ല. പിന്നെ ഇവർ ചെന്നപ്പോഴേക്കും അത് അവർക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റില്ലാത്ത രീതിയിലേക്ക് ആ ഒരു രീതിയിലേക്ക് എത്തിയിരുന്നു. പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് ഏകദേശം കാര്യങ്ങളൊക്കെ വിട്ടുപോയി. അങ്ങനെ ക്യാബിനിലേക്ക് നിറയെ വെള്ളം നിറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിയത്. അതിൽ ആളുകൾ പറയുന്ന ഒരു കാര്യം, ജീവിതത്തിൽ റിയൽ ലൈഫിൽ ടൈറ്റാനിക് എക്സ്പീരിയൻസ് ആണ് അവർക്ക് ഈ ഒരു യാത്രയിൽ ലഭിച്ചതെന്നാണ്. സാധാരണ നമ്മൾ ചില സമയത്ത് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലർക്കൊക്കെ ഇങ്ങനത്തെ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടാവാം. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ ബാത്റൂമിൽ നിന്ന് വെള്ളം വരാറുണ്ട്. അപ്പോൾ ആളുകൾ ഇതുപോലെ തന്നെ പേടിക്കാറും ഒക്കെ ഉണ്ടെങ്കിലും ഇവിടുത്തെ ഈ പ്ലെയിനിലെ യാത്രക്കാർ പറഞ്ഞ ഒരു കാര്യം, നമുക്ക് ട്രെയിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഇറങ്ങി ഒന്നെങ്കിൽ രക്ഷപ്പെടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ചെയ്യായിരുന്നു. പക്ഷെ പ്ലെയിനാണ്, എന്ത് ചെയ്യാനാണല്ലേ. 30,000 അടി ഉയരത്തിൽ നമുക്ക് ഒന്നും ആലോചിക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും എത്തിയാൽ മതി എന്നാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആളുകൾക്ക് പൊതുവെ ഈ പറയുന്ന പോലെ തന്നെ പ്ലെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് ചില ആളുകൾക്കൊക്കെ ഇച്ചിരി പേടിയാണ്. കാരണം ഈ പറയുന്നത് പോലെ നമ്മൾ ഭൂമിയിൽ നിന്ന് എപ്പോഴും പറയുന്ന പോലെ മുകളിൽ ആകാശം, താഴെ ഭൂമി എന്ന് പറയുമ്പോൾ താഴേക്ക് നോക്കിയാൽ ഭൂമി പോലെ കാണാൻ പറ്റുള്ളൂ. ചില സമയത്തൊക്കെ 30,000 അടി ഉയരത്തിലൊക്കെ എത്തിക്കഴിയുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ആകാശത്താണ്, ഇറങ്ങി ഓടാനൊന്നും പറ്റില്ലല്ലോ. എന്തായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം.